എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. MSN ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആയിരുന്നു കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രോബ്ലം ചെയ്യാനുണ്ട്. അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ റീകോൾ ചെയ്യാനുണ്ട്. ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട 8 കേസുകളുണ്ട്. അത് ഓൾറെഡി നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. നിർബന്ധമായിട്ടും സമയത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാം. ഈ 8 കേസുകൾ നമുക്കറിയാം, രണ്ട് തരത്തിലുള്ള സർഫസാണ് ഉള്ളത്. ഒന്ന് ഹൊറിസോണ്ടൽ സർഫസും ഒന്ന് ഇൻക്ലൈൻഡ് സർഫസും. ഈ ഹൊറിസോണ്ടൽ സർഫസിലും ഇൻക്ലൈൻഡ് സർഫസിലും കൂടെ എത്ര കേസുകളുണ്ട്? 8 കേസുകളുണ്ട്. ആ 8 കേസിൻ്റെ ഡോക്യുമെൻ്റാണ് ഈ കാണുന്നത്. ഈ 8 കേസിലുള്ള ഫിഗേഴ്സ് നിങ്ങളുടെ മനസ്സിൽ മനപ്പാടായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. ഇനി ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ഈ 8 കേസിൽ ഏത് കേസാണെന്ന് നമുക്ക് മനസ്സിലാവണം, അല്ലേ? 8 കേസ് നമ്മൾ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഇന്ന കേസിൻ്റെ പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 സ്റ്റെപ്പിലൂടെ നമ്മൾ കടന്നു പോകണം. ഒന്നാമത്തെ കാര്യമാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന പ്ലെയിന് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണോ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണോ എന്ന് മനസ്സിലാക്കുക. ചോദ്യത്തിലുണ്ടാവും ഹൊറിസോണ്ടൽ ആണോ ഇൻക്ലൈൻഡ് ആണോ എന്നുള്ളത്. ഇനി അഥവാ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ ഇഷ്യൂ ഇല്ല. ഇനി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കണം. സ്ലൈഡ് അപ്പ് ആണോ സ്ലൈഡ് ഡൗൺ ആണോ മനസ്സിലാക്കണം. ഈ മൂന്നാമത്തെ കാര്യം, ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? പാരലൽ ടു ദി പ്ലെയിൻ ആണോ ഇൻക്ലൈൻ ടു ദി പ്ലെയിൻ ആണോ അതുപോലെ പാരലൽ ടു ദി ബേസ് ആണോ എന്നുള്ളതും മനസ്സിലാക്കണം. അപ്പോൾ ഹൊറിസോണ്ടൽ ആണോ ഇൻക്ലൈൻഡ് ആണോ എന്ന് മനസ്സിലാക്കുക. പ്ലെയിന് ഇൻക്ലൈൻഡ് ആണെങ്കിൽ സ്ലൈഡ് അപ്പ് ആണോ സ്ലൈഡ് ഡൗൺ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ദെൻ ഫോഴ്സ് ഏത് രൂപത്തിലാണ് ആക്ട് ചെയ്യുക എന്ന് മനസ്സിലാക്കണം. ഈ 3 രൂപത്തിലൂടെയും കടന്നു പോയാൽ 8 കേസിൽ ഏത് കേസാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം ഇതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പ്രോബ്ലം ഓൾറെഡി ചെയ്തിരുന്നു. നമുക്കിവിടെ ഈ പ്രോബ്ലം നോക്കാം. പ്രോബ്ലം നോക്ക്. എ മാസ് ഓഫ് 40 കിലോഗ്രാം 40 കിലോഗ്രാം ഭാരമാണ്. നമ്മളൊരു പ്ലെയിനിൽ വെക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഭാരം ഇവിടെ എത്രയാണ്? 40 കിലോഗ്രാമാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ വെയിറ്റ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, മാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ല. ഇനി മാസ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇത് മാസം നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ? 40 കിലോഗ്രാം എന്നാണ്. കിലോഗ്രാം എന്നുള്ളത് മാസിൻ്റെ യൂണിറ്റാണ്. 40 ന്യൂട്ടൺ ആണെങ്കിൽ നമുക്ക് പറയുന്നത് വെയിറ്റ് ആണ്, W ആണ്. കാരണം ന്യൂട്ടൺ എന്നുള്ളത് വെയിറ്റിൻ്റെ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഒക്കെ ഒരു യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗിവൺ ഡാറ്റ, ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗിവൺ ഡാറ്റ എഴുതാൻ ശ്രമിക്കുകയാണ്. നമുക്ക് എന്ത് കിട്ടിയൊന്ന്? മാസ് ഈസ് ഈക്വൽ ടു 40 കിലോഗ്രാം എന്ന് എഴുതാം, അല്ലേ? 40 കിലോഗ്രാം ഇവിടുന്ന് മാസ് ഈസ് ഈക്വൽ ടു എം ഈസ് ഈക്വൽ ടു 40 കിലോഗ്രാം എന്ന് കിട്ടി. ഈസ് പുൾഡ് അപ്പ് എ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. യെസ്, നമുക്കൊരു കാര്യം മനസ്സിലായി. ഏതാ പ്ലെയിൻ? ഏതാ? ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണോ? അല്ല, ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ ആദ്യം ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണോ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണോ എന്ന് മനസ്സിലാക്കണം. ഇനി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ സ്ലൈഡ് അപ്പ് ആണോ സ്ലൈഡ് ഡൗൺ ആണോ മനസ്സിലാക്കണം. ശരിയല്ലേ? ഇവിടെ ഏതാ? ഇവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, നോക്കി നോക്കി. പുൾഡ് അപ്പ് എന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട്. പുൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് മൂവ് ചെയ്യാന്നർത്ഥം. അതായത് സ്ലൈഡ് അപ്പിൻ്റെ മറ്റൊരു വാക്കാണ് പുൾഡ് അപ്പ്. അപ്പോൾ പുൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ സെൻസ് അല്ലെങ്കിൽ ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കണം അത് ഏതാണ്? സ്ലൈഡ് അപ്പ് എന്നുള്ള കേസാണ്, അല്ലേ? അപ്പോൾ കേസ് ഒന്ന് ഏതായിരുന്നു? ഒന്നാമത്തത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്, അതിൽ സ്ലൈഡ് അപ്പാണ്. കിട്ടി, അല്ലേ? നമ്മൾ പ്രത്യേകം നിങ്ങളോട് മനസ്സിലാക്കാൻ പറഞ്ഞിരുന്നു. പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഒന്ന് പ്ലെയിൻ ഏതാ മനസ്സിലാക്കണം. ഏതാ? ഇൻക്ലൈൻഡാ. ഈ പ്രോബ്ലത്തിൽ ഇൻക്ലൈൻഡ് ആണ്. അടുത്തത് ഇൻക്ലൈൻഡ് ആണെങ്കിൽ സ്ലൈഡ് അപ്പ് ആണോ സ്ലൈഡ് ഡൗൺ ആണോ? ഏതാണ്? സ്ലൈഡ് അപ്പ് ആണ്. ഇനി നോക്കേണ്ട ഏതാണ്? ഫോഴ്സ് ആണ്. ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഹൂസ് ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ ഈസ് 40 ഡിഗ്രി. ഇത് 400 എന്നല്ല, 40 ഡിഗ്രി എന്നാണ് ഇതിലിങ്ങനെ എഴുതാൻ സാധിക്കുള്ളൂ, അതുകൊണ്ടാണ്. ഹൂസ് ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ ഈസ് 40 ഡിഗ്രി. അതായത് ഹൊറിസോണ്ടലുമായി ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ഇൻക്ലിനേഷൻ, ചെരിവ് 40 ഡിഗ്രിയാണ്. ഓക്കെ, ചെരിവിനെ സൂചിപ്പിക്കുന്ന, ഇൻക്ലിനേഷനെ സൂചിപ്പിക്കുന്ന വാക്ക് ഏതാ? ആൽഫയാണ്, അല്ലേ? ആൽഫ ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? 40 ഡിഗ്രി എന്ന് കൊടുക്കാം. ആൽഫയാണ് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ചെരിവിനെ സൂചിപ്പിക്കുന്ന ടേം. ആൽഫയാണ്, ലെറ്റർ ആൽഫയാണ്. ആൽഫ എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ചെരിഞ്ഞ പ്രതലത്തിൻ്റെ ആംഗിളാണ്. ഓക്കെ, ദെൻ ലെറ്റ്സ് മൂവ് ടു അനദർ പാർട്ട്. ഏതാ? ബൈ എ ഫോഴ്സ് ഓഫ് 300 ന്യൂട്ടൺ. നമ്മൾ ഈ 40 കിലോഗ്രാം ഭാരമുള്ള വസ്തുവിനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിനിൽ പുൾഡ് അപ്പ്, മുകളിലേക്ക് വലിച്ചു കയറ്റുകയാണ്. ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ചെരിവ് 40 ഡിഗ്രിയാണ്. അങ്ങനെ വലിച്ചു കയറ്റുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്?
300 ന്യൂട്ടണാണ്, 300 ന്യൂട്ടണാണ്. ഫോഴ്സിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതായിരുന്നു ഫ്രിക്ഷനിൽ? പി ആണ് അല്ലേ. പി ഈസ് ഈക്വൽ ടു 300 ന്യൂട്ടൺ. ഗിവൺ ഡാറ്റയാണ് 300 ന്യൂട്ടൺ. ദെൻ ആക്ടിങ് പാരലൽ ടു ദി പ്ലെയിൻ. യെസ്, നമുക്ക് ആവശ്യമുള്ള ഒരു ഇൻഫർമേഷനാണ്. ആക്ടിങ് പാരലൽ ടു ദി പ്ലെയിൻ, പ്ലെയിനിന് പാരലലാണ്. അപ്പോൾ ഇനി നമുക്ക് 8 കേസിൽ ഏത് കേസാണെന്ന് മനസ്സിലാക്കാം. നമ്മൾ ചൂസ് ചെയ്യേണ്ട കേസ് ഏതായിരിക്കണം? ഇൻക്ലൈൻഡ് സർഫസിലുള്ളതായിരിക്കണം, അത് സ്ലൈഡ് അപ്പ് ആയിരിക്കണം, ഫോഴ്സ് എങ്ങനെ ആയിരിക്കണം? പാരലൽ ടു ദി പ്ലെയിൻ ആയിരിക്കണം. പാരലൽ ടു ദി പ്ലെയിൻ ആയിരിക്കണം. അപ്പോൾ പാരലൽ ടു ദി പ്ലെയിന്, ഫോഴ്സ് പാരലൽ ടു ദി പ്ലെയിനായ ഇൻക്ലൈൻഡ് സർഫസുള്ള ഇൻക്ലൈൻഡ് പ്ലെയിനിലുള്ള സ്ലൈഡ് അപ്പ് എന്നുള്ള കേസ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഏതായിരിക്കും എന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയൊരു കാര്യം തന്നെയാണ്. ഞാൻ പറയുന്നു ഇതാണ് ആ കേസ്. നിങ്ങൾ പറയാൻ കാരണം എന്താ? ഒന്ന് നോക്കി നോക്ക്. ഇതിൽ ഫോഴ്സ് പാരലൽ ടു ദി പ്ലെയിൻ ആണ്. പ്രോബ്ലത്തിൽ പാരലൽ ടു ദി പ്ലെയിൻ എന്ന് കണ്ടു. ഇത് ഇൻക്ലൈൻഡ് സർഫസ് ആണ് അല്ലേ, നമുക്കറിയാം ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അതുമാത്രമല്ല ഇതെന്താ? സ്ലൈഡ് അപ്പ് ആണ്. അപ്പോൾ ചെരിഞ്ഞിട്ടുള്ള സ്ലൈഡ് അപ്പ് ആയിട്ടുള്ള ഫോഴ്സ് പാരലൽ ടു ദി പ്ലെയിൻ ആയിട്ടുള്ള ഫിഗർ ഏതാണ്? ഇതാണ്. അപ്പോൾ ഈ ഫിഗറാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഈ ഫിഗറിൽ ഈ ആൽഫയാണ് 40 ഡിഗ്രി, ഈ പി ആണ് 300 ന്യൂട്ടൺ. അതൊക്കെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ആൽഫയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ആൽഫയുടെ സ്ഥാനത്ത് നമുക്ക് 40 ഡിഗ്രി എന്ന് കൊടുക്കാം അല്ലേ. ഇനി നോക്കാം. ഞാൻ പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യാണ്. മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ബാക്കിലേക്ക് വന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പോൾ നമുക്ക് ഏത് കേസാണ് മനസ്സിലായില്ല. ഈ 3 ഞാൻ ഈ റെഡ് ആയിട്ട് മാർക്ക് ചെയ്ത് 3 ഇൻഫർമേഷൻ കൊണ്ട് ഏത് കേസാണെന്ന് മനസ്സിലായി. ഫൈൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫ്രിക്ഷനാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്കൊരു കാര്യം തന്നിട്ടുണ്ട്, ജി ഈസ് ഈക്വൽ ടു 9.81. എന്തിനാണ് ഇവിടെ ജി തന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ജി തന്നിട്ടില്ലെങ്കിലും നമുക്ക് ജിയുടെ ആവശ്യമുണ്ട്. ജി ഈസ് ഈക്വൽ ടു 9.81. അതൊരു കോൺസ്റ്റൻ്റ് ആണ്, എല്ലാവർക്കും അറിയുന്നൊരു വാല്യൂ ആണ്. ഇനി നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇപ്പോൾ ഫിഗർ ഏതാ നമുക്ക് മനസ്സിലാക്കിയതാണ് അല്ലേ. നമുക്ക് അതിനനുസരിച്ച് ഫിഗർ ഒന്ന് വരച്ച് നോക്കിയാലോ. ഫിഗർ വരച്ച് നോക്കുകയാണ് അല്ലേ. ചെരിഞ്ഞ പ്രതലാണ്. ഇവിടെ ആൽഫ എത്രയാണ്? ആൽഫ 40 ഡിഗ്രിയാണ്. ആൽഫ 40 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ഞാനവിടെ ആൽഫ എന്ന് തന്നെ എഴുതുകയാണ്. നമുക്ക് അവസാനം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ആൽഫ എന്ന് എഴുതി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. കുറച്ചും കൂടെ നമുക്ക് സ്റ്റെപ്പുകൾ കുറക്കാൻ കഴിയും. ആൽഫ ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? 40 ഡിഗ്രി എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാണ്. ഈ ഒബ്ജക്റ്റിന് വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റ് നേരെ താഴേക്ക് ആക്ട് ചെയ്യും. നമുക്കറിയാം ദിസ് ഈസ് ഡബ്ല്യു. ഒരിക്കലും ഇങ്ങനെ വരയ്ക്കരുത്. എപ്പോഴും എന്ത് ചെയ്യണം? ഹൊറിസോണ്ടലിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ദെൻ റിയാക്ഷൻ വരയ്ക്കുമ്പോൾ എങ്ങനെ വരക്കണം? ഏത് പ്ലെയിനിലാണോ ഇരിക്കുന്നത് ആ പ്ലെയിനിന് 90 ഡിഗ്രി അല്ലേ. ഞാൻ പ്രത്യേകം അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞെന്ന് കാര്യമാണ്. 90 ഡിഗ്രി ആർ. ഇനി ഇതെങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്? മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. മുകളിലേക്ക് മൂവ് ചെയ്യാൻ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണ്? പി ഈസ് ഈക്വൽ ടു 300 ന്യൂട്ടൺ ആണെന്നറിയാം. നമുക്ക് കൊടുക്കാം, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മുകളിലേക്കാണ് പോകുന്നത്. ഒരു കാര്യം മനസ്സിലായി, സ്ലൈഡ് അപ്പ് ആയതുകൊണ്ട് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ മുകളിലേക്കാണ്. സോ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? താഴേക്കായിരിക്കും. ഇനി ഇതിലൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഡബ്ല്യു എന്നുള്ളത് ഈ പ്ലെയിനിന് ആംഗിൾഡ് ആണ് അല്ലേ. ഈ പ്ലെയിന് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ ചെരിവ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആംഗിൾ കൊടുക്കണം. ആംഗിൾ ഇവിടെ എത്ര വരിക? ഇവിടെ ആൽഫ എത്രയാണോ അതേ ആംഗിളേക്കാരം ഇവിടെ വരിക. ആ ഫിഗർ നോക്കി നമുക്ക് മനസ്സിലാവും. 40 ഡിഗ്രി. ഇനി ഇങ്ങനെ ആംഗിളിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിന് 2 കമ്പോണൻ്റ് ഉണ്ട്. ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്. ഈ വെർട്ടിക്കൽ കമ്പോണൻ്റ് 40 ഡിഗ്രിയുടെ തൊട്ടടുത്തുള്ള ആളാണ്. തൊട്ടടുത്തുള്ളവൻ ഏതാ? നമ്മുടെ അടുത്ത കൂട്ടുകാരൻ ആരാണ്? കോസ് 40. നമ്മുടെ ക്ലാസ്സിലുള്ള ആളെ പേര് കോസ് 40 അല്ലേ. നമ്മൾ അങ്ങനെ ബന്ധപ്പെടുത്തി പഠിച്ചിരുന്നു. എന്ത് കോസ് 40? ഡബ്ല്യു കാരനാണ് അല്ലേ. സോ എന്ത് കൊടുക്കണം? ഡബ്ല്യു കോസ് 40. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇനി ഈ ഭാഗം ഏതാ? 40 ഡിഗ്രിയുടെ കുറച്ച് അകലെയാണ്. സോ അകലെ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡാണ്. ശരിക്കും ഇത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് എന്നൊക്കെയാണ് പറയേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് അത്ര വലിയൊരു സംഭവമാക്കി പറയാതിരിക്കുകയാണ്. ദിസ് ഈസ് ദ അഡ്ജസൻറ്റ് സൈഡ്, തൊട്ടടുത്തുള്ള സൈഡ്. ഇത് കുറച്ച് അകലെയുള്ള ഓപ്പോസിറ്റ്, അപ്പുറത്തെ സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയാം എപ്പോഴും എങ്ങനെ അറിയപ്പെടുന്നത്? നമ്മൾ സൈൻ വെച്ചിട്ടാണ് അല്ലേ. സൈൻ 40 ഡിഗ്രി.
ഇവിടെ 40 എന്ന് പറയാൻ കാരണം ഇവിടെ 40 ആയതുകൊണ്ട് ഇവിടെ 50 ആണെങ്കിൽ എന്തായിരിക്കും സൈൻ 50 ആയിരിക്കും. ഇനി വെറും സൈൻ 40 പോരാ, ആരാ കാരണം W ആണ്. സോ W സൈൻ 40. അപ്പോൾ ഇതാണ് ഫിഗർ. നിങ്ങൾ എക്സാമിന് ഈ ഫിഗർ വരയ്ക്കുമ്പോൾ ഈ ഫിഗറിന് മാർക്കുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പ്രോബ്ലം ചെയ്യാണ്. ഈ പ്രോബ്ലത്തിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് സോൾവ് ബൈ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്. റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. ഈ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തിരുന്നു റിസോൾവ് ദ ഫോഴ്സസ് നോർമൽ ടു ദി പ്ലെയിൻ, അതേപോലെ തന്നെ റിസോൾവ് ദ ഫോഴ്സസ് അലോങ് ദ പ്ലെയിൻ എന്നിട്ടൊരു രീതിയിലാണ് ചെയ്തത്. ആ മെത്തേഡിനെ വിളിക്കുന്നതാണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്നുള്ളത്. ആ ഒരു മെത്തേഡിനെ വിളിക്കുന്ന ഒരു പേരാണത്. അപ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഫിഗർ തന്നെയാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഫിഗർ തന്നെയാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് വേണ്ടത് മാസിനെ വെയിറ്റ് ആക്കണം. മാസിനെ വെയിറ്റ് ആക്കാൻ ഒരു ഐഡിയ, മാസ് ഈസ് ഈക്വൽ ടു 40 കിലോഗ്രാം ആണ് അല്ലേ. നമുക്ക് ഗിവൺ ഡാറ്റ, ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോൾ തന്നെ നോട്ട് ചെയ്യണം കേട്ടോ പ്രോബ്ലം ചെയ്യുമ്പോൾ, അല്ലാതെ കണ്ടിട്ട് അവസാനം എഴുതാന്നുള്ള രീതിയിലേക്ക് പോകരുത്, അപ്പോൾ തന്നെ മനസ്സിലാക്കി പോകാം. മാസ് ഈസ് ഈക്വൽ ടു 40 കിലോഗ്രാം ആണ്. കിലോഗ്രാമിന് നമുക്ക് ന്യൂട്ടണിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ മാസിൻ്റെ കൂടെ G8 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മാസ് എത്രയാണോ അതിൻ്റെ കൂടെ G8 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. W ഈസ് ഈക്വൽ ടു mg എന്നാണ് ഇക്വേഷൻ. സോ എം എത്രയാണ് ഇവിടെ 40 കിലോഗ്രാം ആണ്. 40 കിലോഗ്രാം. G എത്രയാണ് 9.81 ആണ്. ഇപ്പോൾ ഇവിടുത്തെ വെയിറ്റ് എത്ര 392 ന്യൂട്ടൺ ആണ്. 392 ന്യൂട്ടൺ ആണ് ഇവിടുത്തെ വെയിറ്റ് W. ഇനി റിസോൾവിങ് ഫോഴ്സസ് നോർമൽ ടു ദി പ്ലെയിൻ. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് എന്താണ്, റിസോൾവിങ് ഫോഴ്സസ് നോർമൽ ടു ദി പ്ലെയിൻ. പ്ലെയിനിന് നോർമൽ ആയിട്ടുള്ള ഫോഴ്സുകളെ റിസോൾവ് ചെയ്യാണ്. എന്താ റിസോൾവിങ് ഫോഴ്സസ് നോർമൽ ടു ദി പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ്, അത്രേ ഉള്ളൂ അല്ലേ. നോർമൽ ആണ് മുകളിലേക്കും താഴേക്കുമാണ്. ഞാൻ നേരത്തെ പഠിപ്പിച്ചാൽ ഓർമ്മ ഉണ്ടോ? ഞാനൊന്ന് റീകോൾ ചെയ്ത് തരാം. ഇവിടെ പ്രത്യേകം പറഞ്ഞിരുന്നു റിസോൾവ് ദ ഫോഴ്സിൽ എന്താ, റിസോൾവ് ഫോഴ്സസ് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നോർമൽ രണ്ടും പറയും കേട്ടോ. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാലും നോർമൽ എന്ന് പറഞ്ഞാലും സെയിം ആണ്. പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, മുകളിലേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ്, അല്ലെങ്കിൽ താഴേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ ടു മുകളിലേക്കുള്ള ഫോഴ്സ്, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അടുത്ത എന്താ, എലോങ് ദ പ്ലെയിൻ. പ്ലെയിനിന് എലോങ് ആയിട്ടുള്ള ഫോഴ്സ് എന്താ, ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ ടു റൈറ്റിലേക്കുള്ള ഫോഴ്സ്, അല്ലെങ്കിൽ റൈറ്റിലേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ ടു ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ്, അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോർമലാണ് എടുക്കുന്നത്. സോ മുകളിലേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സാണ്. അപ്പോൾ മുകളിലേക്ക് ഇവിടെ ആരുണ്ട് ഒന്ന് നോക്കി. മുകളിലേക്കുള്ള ഫോഴ്സ്, മുകളിലേക്ക് ആരുണ്ട്, റിയാക്ഷൻ ഉണ്ട് മുകളിലേക്ക്. സോ R. ഇനി മുകളിലൊക്കെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പോൾ എന്ത് കൊടുക്കണം, ഈക്വൽ ടു. ഇനി താഴേക്ക് നോക്കണം. താഴേക്ക് ഇവിടെ ആരുണ്ട്, W cos 40 ഉണ്ട്. ഇത് കൂട്ടരുത്, ഇത് ചെരിഞ്ഞ് കിടക്കുന്നതാണ്, അത് കൂട്ടരുത്. അതിൻ്റെ വെർട്ടിക്കൽ കമ്പണൻറ്റ് ഹൊറിസോണ്ടൽ കമ്പണൻ്റെ കാര്യം പരിഗണിക്കാൻ പാടുള്ളൂ. ഇനി ഇത് ഓരോ വീഡിയോയിലും ഇത് റിപ്പീറ്റ് ചെയ്യില്ല, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. താഴേക്കുള്ള ഫോഴ്സ് എത്ര, W cos 40 അല്ലേ. W ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് എത്ര, 392 ആണ്. നമുക്ക് തന്ന വാല്യൂ ആണ് 392. cos 40 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 300.29 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ R ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 300.29 കിട്ടി. നമുക്കിവിടെ ഒന്ന് എഴുതി വെക്കാം. നമുക്ക് എന്തായിരുന്നു കിട്ടിയ വാല്യൂ എന്താ, R ഈസ് ഈക്വൽ ടു 300.29 ന്യൂട്ടൺ. അത് കിട്ടിയിട്ടുണ്ട് അല്ലേ, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത റിസോൾവിങ് ഫോഴ്സസ് അലോങ് ദ പ്ലെയിൻ ആണ്. റിസോൾവിങ് ഫോഴ്സസ് അലോങ് ദ പ്ലെയിൻ. അലോങ് ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ ടു റൈറ്റിലേക്കുള്ള ഫോഴ്സ്. എന്താ ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ റൈറ്റിലേക്കുള്ള ഫോഴ്സ് എങ്ങനെ കാണാം നമുക്ക് നോക്കി. ഈ ഫിഗറിൽ നമുക്ക് നോക്കി നോക്കാം, നമ്മൾ തന്നെ ചെയ്ത് നോക്കാം. ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ്, ലെഫ്റ്റിലേക്ക് ആരുണ്ട്, F ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, F ഇസ് ഈക്വൽ ടു F ഉണ്ട് ലെഫ്റ്റിലേക്ക് ആരുണ്ട്, F ഉണ്ട്. ഇനി ലെഫ്റ്റിലേക്ക് ആരെങ്കിലും ഉണ്ടോ നോക്കി. ലെഫ്റ്റിലേക്ക് ആരും കൂടി ഉണ്ട്, W sin 40 ഉണ്ട്. അപ്പോൾ എന്ത് കൊടുക്കണം, പ്ലസ് W sin 40 കൊടുത്തു. ഇനി ആരുണ്ട്, ഞാൻ ആരെങ്കിലും ഉണ്ടോ, ലെഫ്റ്റിലേക്ക് ഇല്ല, അപ്പോൾ ഈക്വൽ ടു. ഇനി റൈറ്റിലേക്ക് ആരുള്ളത്, റൈറ്റിലേക്ക് P ഉണ്ട് അല്ലേ, റൈറ്റിലേക്ക് P ഉണ്ട്. ഇനി ഞാൻ ഈ W sin 40 ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. എന്തിനാ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ W sin 40 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറും, F ഈസ് ഈക്വൽ ടു, ഓൾറെഡി ആരുണ്ട് ഇവിടെ, P ഉണ്ട്. ഈ പ്ലസ് sin 40 അങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറും, മൈനസ് W sin 40 ആയി മാറും അല്ലേ, -W sin 40 ആയി മാറും. ആ ഒരു സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
നോക്കി നോക്കാം. ഓക്കെ എഫ് ഇസ് ഈക്വൽ ടു പി മൈനസ് ഡബ്ല്യു സൈൻ 40 നമ്മൾ നേരത്തെ കാണിച്ചെന്ന അതേ രൂപത്തിൽ വന്നതാണ്. ഓക്കെ, അതിൽ പിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 300 എന്ന് കൊടുക്കാം. ഡബ്ല്യു 392 ആണ്. സൈൻ 40 0.642 ആണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 48.027 ന്യൂട്ടൺ കിട്ടും. 48.027 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഒരു കാര്യം മനസ്സിലായി, എഫിൻ്റെ വാല്യൂ എത്രയാണ്? 48.027 ആണ്. കൂടെ എഴുതി വെക്കാം. അത് നമുക്ക് എന്ത് കിട്ടി? എഫ് ഇസ് ഈക്വൽ ടു എത്ര? 48.027. 48.027. ഇതിൻ്റെ ഫോഴ്സ് നോർമലി നമ്മൾ റിസോൾവ് ചെയ്തപ്പോൾ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ എത്രയാണ് ഇവിടെ? ആർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 300.29. 300.29. ആർ ഈസ് ഈക്വൽ ടു 300.29 ന്യൂട്ടൺ ആണ് കേട്ടോ. അതിന് യൂണിറ്റ് ഉണ്ട്, ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ എഫും ആറും കിട്ടി. ഈ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറ്റുള്ളത്? എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? മ്യൂ ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. സോ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു. എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ അവിടെ എഴുതാം. ഇക്വേഷൻ ഇവിടെ എഴുതാം. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇങ്ങനെ ആയിരുന്നു. പഠിച്ച ഇക്വേഷൻ ഇങ്ങനെ ആയിരുന്നു. എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ. അതിൽ മ്യൂ ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? എഫ് ബൈ ആർ എന്ന് കൊടുക്കാം. എങ്ങനെ എഫ് ബൈ ആർ എന്ന് വന്നത്? മ്യൂ അടണ്ട്, ഈ ആറിന് എന്ത് ചെയ്യണം? സമത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഓൾറെഡി ആരുണ്ട്? എഫ് ഉണ്ട്. അപ്പോൾ എഫ് ഇവിടെ എഴുതി. ഇവർ തമ്മിലുള്ള ബന്ധം ഗുണിക്കണം എന്നാണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്, അല്ലേ? ഇൻറ്റു ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവൈഡർ ആവും. അപ്പോൾ എഫ് ബൈ ആർ മ്യൂസിക്കൽ ടു എഫ് ബൈ ആർ. ഈ എഫിൻ്റെ ഈ എഫ് മ്യൂസിക്കൽ ടു എഫ് ബൈ ആർ എന്ന് കിട്ടി. ഇനി നോക്ക്, മ്യൂ ഇസ് ഈക്വൽ ടു എഫ് ബൈ ആർ. എഫ് എന്ന് പറഞ്ഞാൽ എത്ര? 48.027. എഫ് ഇസ് ഈക്വൽ ടു എത്ര? 48.027. അവിടെ കൊടുത്തു. ആറ് ഇവിടെ എത്ര വരിക? ആറ് ഇവിടെ നേരത്തെ റിസോൾവ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. എന്താ? 300.29. അപ്പോൾ എത്ര മ്യൂ കിട്ടി? 0.159 ആണ് ഇവിടുത്തെ മ്യൂവിൻ്റെ വാല്യൂ. ഓക്കെ, മ്യൂവിൻ്റെ മാക്സിമം വാല്യൂ 1 വരുള്ളൂ, 1ൻ്റെ മുകളിലേക്ക് വരില്ല. നിങ്ങൾക്ക് എങ്ങാനും പ്രോബ്ലത്തിൽ 1ൻ്റെ മുകളിലേക്ക് വാല്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രോബ്ലം തെറ്റാണ്. ഓക്കെ, മ്യൂവിൻ്റെ വാല്യൂ മാക്സിമം എത്ര വരിക? 1 ആണ് വരിക. മനസ്സിലാക്കുക. അപ്പോൾ അതിൽ ഇതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? ഇതിന് മുന്നത്തെ പ്രോബ്ലം നോക്കി മനസ്സിലാവും. അവിടെ നമ്മൾ കണ്ടുപിടിച്ച രീതി വേറെ ആയിരിക്കും, ഇവിടെ കണ്ടുപിടിക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ ഓരോ ടൈപ്പുകളും നിങ്ങൾ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, പക്ഷേ ചെയ്യുന്ന രീതികളൊക്കെ സെയിം ആണ്. എങ്ങനെ നമ്മൾ ചെയ്തത്? റിസോൾവിങ് നോർമൽ ടു ദി പ്ലെയിൻ, ഫോഴ്സസ് നോർമൽ ടു ദി പ്ലെയിൻ, റിസോൾവിങ് ഫോഴ്സസ് അലോങ് ദ പ്ലെയിൻ. ഇത് ചെയ്തിട്ട് തന്നെയാണ്. പിന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു ലോജിക്കാണ്, ഒരു കോമൺ സെൻസ് ആണ്. അല്ലാതെ വേറെ കൂടുതലൊന്നുമില്ല. എനിക്ക് ഏതെങ്കിലും ഇക്വേഷൻസ് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കേസ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി. ഇതേപോലെ തന്നെ കഴിഞ്ഞ ചെയ്ത മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ, എ ബോഡി ഓഫ് വെയ്റ്റ് 300 ന്യൂട്ടൺ ലൈയിങ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എ ബോഡി ഓഫ് വെയ്റ്റ് 300 ന്യൂട്ടൺ. അപ്പോൾ എന്ത് എഴുതാം നമുക്ക്? വെയ്റ്റ് ആണ്, ഡബ്ല്യു ഇസ് ഈക്വൽ ടു 300 ന്യൂട്ടൺ. ലൈയിങ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. എവിടെ കിടക്കുന്നത്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. ഓക്കെ, അപ്പോൾ പ്ലെയിൻ ഇവിടെ ഇൻക്ലൈൻഡ് അല്ല, ഏതാ? ഹൊറിസോണ്ടൽ ആണ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഹാവിങ് എ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.3. ഇപ്പോൾ ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണ്? മ്യൂ, അല്ലേ? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെ സൂചിപ്പിക്കുന്ന ലെറ്റർ മ്യൂ ആണ്. മ്യൂ ഈസ് ഈക്വൽ ടു 0.3. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്. കണ്ടുപിടിക്കാൻ പറഞ്ഞത് പി ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. ഫോഴ്സിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ പി ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് പി ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. വിച്ചിങ് ആക്ടിങ് ആൻ ആംഗിൾ ഓഫ് 25 ഡിഗ്രി. ആ പി എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 25 ഡിഗ്രിയാണ്. ആരട്ടി? വിത്ത് ഹൊറിസോണ്ടൽ. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സിൻ്റെ ഇൻക്ലിനേഷൻ കാണിക്കുന്ന ലെറ്റർ തീറ്റയാണ്. പ്ലെയിനിൻ്റെ ഇൻക്ലിനേഷൻ ആൽഫ ആണെങ്കിൽ ഫോഴ്സിൻ്റെ ഇൻക്ലിനേഷൻ തീറ്റയാണ്. എത്ര? 25 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ഏതായിരിക്കും കേസ്? ഒന്ന് നോക്കി നോക്ക്. ഒരു കാര്യം മനസ്സിലായി, ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ആംഗിളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. സ്ലൈഡ് അപ്പ് ആണോ സ്ലൈഡ് ഡൗൺ ആണോ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? സ്ലൈഡ് അപ്പും സ്ലൈഡ് ഡൗണും നമ്മൾ നോക്കേണ്ടത് ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ്. ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയതുകൊണ്ട് അങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫോഴ്സ് ആംഗിളായിട്ട് ആക്ട് ചെയ്യുന്ന കേസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. നോക്കി നോക്കല്ലേ? എങ്ങനെയായിരിക്കും അപ്പോൾ ഫിഗർ വരുന്നുണ്ടാവുക? ഈ രൂപത്തിലായിരിക്കും വരുന്നുണ്ടാവുക. കാരണം എന്താ? ഇവിടെ പ്രത്യേകത, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനാണ്.
ഫോഴ്സ് ആംഗിൾഡ് ആണ്. അപ്പോൾ ഇതല്ല കേസ്. ഇപ്പോൾ ഈ രൂപത്തിലായിരിക്കും ഫിഗർ വരുന്നുണ്ടാവുക. ഇവിടെ തീറ്റ എത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? തീറ്റ 25 ഡിഗ്രിയാണ്. ഈ തീറ്റ 25 ഡിഗ്രിയാണ്. ഇത്രയും ആംഗിളിലാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗറാണ് നമുക്ക് വരയ്ക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഫിഗർ വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാം? നമുക്കൊന്ന് വരച്ച് നോക്കല്ലേ? എല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ ആ ഫിഗർ ഇങ്ങനെ ആയിരുന്നു. ആ ഫിഗർ നിങ്ങളെ പുസ്തകത്തിൽ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ടാവും. ഫിഗർ ഏത് രൂപത്തിലായിരിക്കും? ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലേ? ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഇതിലൊരു ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യാണ്. ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് നേരെ താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് W. റിയാക്ഷൻ എങ്ങനെയുണ്ട്? ഇരിക്കുന്ന പ്ലെയിന് നോർമൽ 90 ഡിഗ്രിയാണ്. അതായത് ഇതാണ് പ്ലെയിന്, ആ പ്ലെയിന് 90 ഡിഗ്രി. ഈ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആണെങ്കിലാണ് ആറും W ഒക്കെ വേറെ രൂപത്തിൽ വരിക. അത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ നേർരേഖയിലായിരിക്കും Wയും ആറും വരിക. കാരണം എന്താ? ഈ W ഭൂമിക്ക് അല്ലേ ഹൊറിസോണ്ടൽ 90 ഡിഗ്രിയാണ്. റിയാക്ഷൻ ഇരിക്കുന്ന പ്ലെയിന് 90 ഡിഗ്രിയാണ്. ഇരിക്കുന്ന പ്ലെയിനും ഹൊറിസോണ്ടലൊക്കെ ഇവിടെ സെയിമാണ്. അതുകൊണ്ട് എന്തായത് നേർരേഖയിലായിരിക്കും. ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഒരിക്കലും നേരല്ല. എങ്ങനെയാണ്? ഇൻക്ലൈൻഡ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? ഇൻക്ലിനേഷൻ തീറ്റ കൊടുക്കണം. ആ തീറ്റ ഇവിടെ എത്രയാണ്? എത്രയായിരുന്നു ഇവിടുത്തെ തീറ്റ? ഇവിടുത്തെ തീറ്റയുടെ വാല്യൂ 25 ഡിഗ്രിയാണ്. 25 ഡിഗ്രിയാണ്. സോ 25 ഡിഗ്രി എന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ, ആംഗിളൊക്കെ അപ്പം തന്നെ കൊടുക്കുകയാണ് നല്ലത്. ബാക്കിയുള്ള വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇൻക്ലിനേഷൻ ആയതുകൊണ്ട്, ആംഗിൾഡ് ആയതുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും, ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും, അതേപോലെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഏതായിരിക്കും? 25 ഡിഗ്രിയുടെ തൊട്ടടുത്തുള്ളതാണ്, അഡ്ജസ്റ്റൻറ്റ് സൈഡാണ് അല്ലേ? അപ്പോൾ അഡ്ജസ്റ്റൻറ്റ് സൈഡ് നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ തൊട്ടടുത്ത കൂടുള്ളവനെ കോസാണ് പോരെ, കോസ് 45 ഡിഗ്രി. എന്ത് കോസ് 45 ഡിഗ്രി? പി കാരണമാണ് ഉണ്ടാവുന്നത്. സോ പി കോസ് 5 ഡിഗ്രി. ഇതെന്തായിരിക്കും? പി സൈൻ 45 ഡിഗ്രി. പി സൈൻ 45 ഡിഗ്രി. ഇനി ഈ ഒരു ഒബ്ജക്റ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നുണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് അങ്ങോട്ടാണ് വലിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നുണ്ടാവുക. സോ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? നേരെ പുറകിലേക്കായിരിക്കും. ഇനി ഇതാണ് നമ്മളെ ഫിഗർ. ഇങ്ങോട്ട് കണ്ടുപിടിക്കാനുള്ളത് പി ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. നോക്കാം എങ്ങനെയെന്നുള്ളത്. ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? ഫോഴ്സുകൾ റിസോൾവ് ചെയ്യലാണ്. ഫോഴ്സ് നോർമൽ ടു ദി പ്ലെയിൻ, പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ. അതായത് മുകളിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ അങ്ങനെയൊക്കെ എഴുതുക. പക്ഷേ മനസ്സിലാക്കുമ്പോൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? ആദ്യം മുകളിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ് റിസോൾവ് ചെയ്യാം. അപ്പോൾ റിസോൾവ് ചെയ്യാൻ എങ്ങനെ വരും? മുകളിലേക്കുള്ള ഫോഴ്സ് റിസോൾവിങ് ഫോഴ്സ് വെർട്ടിക്കലി, മുകളിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ് എങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാം? വെർട്ടിക്കലി എങ്ങനെ റിസോൾവ് ചെയ്യാം? മുകളിലേക്ക് ആരുണ്ട്? ആറുണ്ട് അല്ലേ? ആർ. ഇനി മുകളിലേക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുണ്ട്? പി സൈൻ 45 ഡിഗ്രി. പി സൈൻ 45 ഡിഗ്രി ഉണ്ട്. ഇവിടെ ചെയ്ത് കാണിച്ചു തരാം, നമുക്ക് മനസ്സിലാവും. അത് മുകളിലേക്ക് ആരുണ്ട്? ആറുണ്ട് പ്ലസ് പിന്നെ ആരുള്ളത്? പി സൈൻ 25 ഡിഗ്രി ഉണ്ട്. നമ്മൾ എഴുതിയുള്ളൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. എന്താണ് മിസ്റ്റേക്ക് എന്നറിയാം? അവിടെ തീറ്റ 45 ഡിഗ്രി അല്ല, 25 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് 25 ആണ്, 45 അല്ല. നമ്മളിവിടെ 45 എന്ന് എഴുതിയിട്ടുള്ളത് തെറ്റാണ് കേട്ടോ, മിസ്റ്റേക്കാണ്. എത്രയാണ്? 25 ആണ്. മനസ്സിലാക്കുക. അപ്പോൾ മുകളിലേക്കുള്ള ഫോഴ്സ് ആറാണ്. 6 മുകളിലേക്ക് പിന്നെ ആരുണ്ട്? പി സൈൻ 25 ഡിഗ്രി ഉണ്ട്. ഓക്കെ, അപ്പോൾ 6 ഉണ്ട്. പക്ഷെ ഇവിടെ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഇതെങ്ങനെയായിരുന്നു ശരിക്കും വേണ്ടത്? ആർ പ്ലസ് പി സൈൻ 25 ഡിഗ്രി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? W കിട്ടും. W ആണ് താഴേക്കുള്ള ഫോഴ്സ്. ആ ഫിഗർ നോക്കി മനസ്സിലാവും, താഴേക്കുള്ള ഫോഴ്സ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പി സൈൻ 25 ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. എന്തിനാണെന്നുള്ളത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതൊരു കോമൺ സെൻസ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ എങ്ങനെ വരും? ആർ ഇസ് ഈക്വൽ ടു W ഓൾറെഡി അവിടെ ഉണ്ട്, ഇതങ്ങോട്ട് പോകുമ്പോൾ മൈനസ് പി സൈൻ 25 എന്ന് കൊടുക്കുക അല്ലേ? പി മൈനസ് 25 എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ഇവിടുത്തെ ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. ഞാൻ ആ ഇക്വേഷൻ വന്ന വഴി ഒന്ന് കാണിച്ചു തരികയാണ്. അത് ഒരു പ്രോബ്ലം ചെയ്താൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവേണ്ടതാണ്, എന്നിരുന്നാലും ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ, വെർട്ടിക്കലി പറഞ്ഞാൽ മുകളിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ് അല്ലേ? നോർമൽ ടു ദി പ്ലെയിൻ എന്ന് പറഞ്ഞാലും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാലും വെർട്ടിക്കൽ എന്ന് പറഞ്ഞാലും ഒക്കെ തന്നെയാണ്. പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് നോർമൽ ടു ദി പ്ലെയിൻ എന്നാണ്. ഓക്കെ, നോർമൽ ടു ദി പ്ലെയിൻ. പെർപെൻഡിക്കുലർ എന്ന് ഉപയോഗിച്ചാലും തെറ്റില്ല, വെർട്ടിക്കലി എന്നതിനേക്കാൾ നല്ലത് അതാണ്.
സോ ആർ ഈസ് ഈക്വൽ ഡബ്ല്യു മൈനസ് പി സൈൻ 25 എന്ന് കിട്ടി. ഡബ്ല്യു എത്രയാണ്? 300 ആണ് അല്ലേ? നമുക്ക് ഗിവൺ ഡാറ്റ കിട്ടിയതാണ്. പി നമുക്കറിയില്ല പി അങ്ങനെ ഇട്ടു സൈൻ 25 ഡിഗ്രി. അപ്പോൾ 300 മൈനസ് സൈൻ 25 പറഞ്ഞാൽ 0.4226 ആണ്. അതങ്ങനെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ എന്ത് കിട്ടി നമുക്ക്? ആർ ഈസ് ഈക്വൽ ടു എന്നുള്ള ഈ വാല്യൂ കിട്ടി അല്ലേ? ആറാണ്. ഇത് ഇത്രയും ചെയ്തപ്പോൾ ആർ ഈസ് ഈക്വൽ ടു 300 മൈനസ് 0.4226 പി എന്ന് കിട്ടി. ഓക്കെ, ആറിൻ്റെ വാല്യൂ ഇത് കിട്ടി. അത് അവിടെ മനസ്സിൽ വെക്കണം കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഫോഴ്സ് നമ്മൾ ഹൊറിസോണ്ടലി ഇല്ലേ, ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു റൈറ്റിലേക്കുള്ള ഫോഴ്സ്. ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു റൈറ്റിലേക്കുള്ള ഫോഴ്സ് ആണ് എന്താ? ലെഫ്റ്റിലേക്ക് ആരുണ്ട്? എഫ് ഉണ്ട്. ഇനി ലെഫ്റ്റിലേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാനുള്ളത് റൈറ്റിലേക്കുള്ളത്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? പി കോസ് 25 എന്ന് കൊടുക്കാം അല്ലേ? എഫിലേക്ക് എഫ് ഈസ് ഈക്വൽ ടു പി കോസ് 25 ഡിഗ്രി എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ 300 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്, അതങ്ങനെയല്ല, അത് പി ആണ്. കാരണം പി നമുക്ക് അറിയില്ല, അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി ഈസ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? പി കോസ് 25 എന്ന് കിട്ടി. കോസ് 25 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 0.9063 ആണ്. പി ഇൻറ്റു 0.9063. ഓക്കെ, അങ്ങനെ വാല്യൂ കിട്ടി. അങ്ങനെ വാല്യൂ കിട്ടിയതിന് ശേഷം ഇനി ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒന്നാമത്തെ ഇക്വേഷനാണ്, ഇത് രണ്ടാമത്തെ ഇക്വേഷനാണ്. നമുക്ക് ഈ പ്രോബ്ലത്തിലൊരു വാല്യൂ തന്നിട്ടുണ്ട്. എന്താ? മ്യൂ എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്. നമുക്കൊരു ഇക്വേഷൻ അറിയാം, എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ എന്നുള്ള ഇക്വേഷൻ അറിയാം. എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ എന്നുള്ള ഇക്വേഷൻ പ്രകാരം ഇവിടെ എഴുതി തരാം, ശ്രദ്ധിച്ചോ. എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ എഫിൻ്റെ സ്ഥാനത്ത് എഫിൻ്റെ വാല്യൂ കൊടുക്കും, ആറിൻ്റെ സ്ഥാനത്ത് ആറിൻ്റെ വാല്യൂ കൊടുക്കും. ആറിൻ്റെ വാല്യൂ എത്ര വരിക? 300 മൈനസ് പി ഇൻറ്റു 0.4226 എന്ന് വരും. ഈ ആറിൻ്റെ സ്ഥാനത്ത് ഇത്രയും വരും. അപ്പോൾ മ്യൂ ഇൻറ്റു പറഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇത് ഇത്രയും വാല്യൂ വരുന്നതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം നമ്മൾ. ഓക്കെ, മ്യൂ ഉണ്ട്. എഫിൻ്റെ അതേപോലെ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? എഫിൻ്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര? പി ഇൻറ്റു 0.9063 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാം. എഫ് പറഞ്ഞാൽ 0. ഒന്ന് മനസ്സിലാക്കണം കേട്ടോ, ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഈ പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് എടുക്കുന്നതിലേക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഓക്കെ, എന്നാലും നമ്മൾ മാക്സിമം അതിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ആറിൽ എഫിൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുത്തു 0.9063 പി, അതായത് ഇവിടുന്ന് കിട്ടിയതാണത്. ഓക്കെ, കൊടുത്തു. ഇനി മ്യൂ ആർ അല്ലേ? ആറിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? മ്യൂവിൻ്റെ സ്ഥാനത്ത് 0.3 എന്ന് കൊടുക്കണം. നമുക്ക് പ്രോബ്ലത്തിൽ തന്നതാണ്. ആറിൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുക്കണം. എന്താ? 300 മൈനസ് 0.4226 പി എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. എന്ത് കൊടുക്കണം? 0.3 ഇൻറ്റു 300 കൊടുക്കണം. 0.3 മൈനസ് 0.3 ഇൻറ്റു 300 മൈനസ് 0.3 ഇൻറ്റു 0.4226 പി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ബ്രാക്കറ്റൊക്കെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയുന്നതെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ഒരു വാല്യൂക്ക് എത്താൻ സാധിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിൽ പി ഉണ്ട്, റൈറ്റ് സൈഡിലും പി ഉണ്ട്. ഈ പി ഉള്ളതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 0.9063 പി ഉണ്ട്. ഈ മൈനസ് 0.1268 പി എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആയി മാറും. ഇസ് ഈക്വൽ ടു എന്തുണ്ടാവും? 90 ഉണ്ടാവും. ഇനി ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1.0331 പി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. 9 ഡിഗ്രി അല്ല, 90 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് പി കണ്ടുപിടിക്കാം. പി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പീൻ്റെ കൂടെ നിൽക്കുന്ന ഈ 1.0331 എന്നുള്ള വാല്യൂ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. ഇവിടെ ഗുണിക്കണം എന്നുള്ളത് ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താ മാറും? ഹരിക്കണം എന്നാവും. അപ്പോൾ 90 ഡിവൈഡഡ് ബൈ 1.0331 കിട്ടും. അപ്പോൾ ആൻസർ എത്ര? പി ഇസ് ഈക്വൽ ടു 81 ന്യൂട്ടൺ. 81 ന്യൂട്ടനാണ് ഇവിടുത്തെ വാല്യൂ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഈ എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൽ എഫും ആറൊക്കെ കണ്ടുപിടിക്കുകയാണ്. ഈ എഫും ആറൊക്കെ കണ്ടുപിടിക്കാനുള്ള ഐഡിയ എന്താ? റിസോൾവിങ് ഫോഴ്സസ് നോർമൽ ടു ദി പ്ലെയിൻ, റിസോൾവിങ് ഫോഴ്സസ് എലോങ് ദ പ്ലെയിൻ. എന്താ നോർമൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ്. എന്താ എലോങ് ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു റൈറ്റിലേക്കുള്ള ഫോഴ്സ്. ഇത് വെച്ച് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ ലോജിക്ക് മനസ്സിലാക്കി വെക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത്. സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും, പക്ഷേ നിങ്ങളൊന്ന് കണ്ണോടിച്ച് മനസ്സിലാവും. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ എഫക്റ്റീവായിട്ട് തന്നെ